എറണാകുളം ചെമ്മായത്ത് കുട്ടിയുടെ തൊണ്ടയിൽ ഐസ്ക്രീം കുടുങ്ങി. സൂപ്പർമാർക്കറ്റ് ഉടമയുടെ സംയോജിത ഇടപെടലിലൂടെയാണ് കുട്ടിയെ രക്ഷിക്കാനായത്. അജിൻസ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടി ഈ ഐസ്ക്രീം തൊണ്ടയിൽ കുടിക്കുന്നതിന് ശേഷം ആദ്യം വെള്ളം എടുത്ത് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ പരിഭ്രാന്തിയോടുകൂടി കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സാഹചര്യത്തിലാണ് ഈ ഐസ്ക്രീം കടയുടെ ഉടമ ഇത് കാണുകയും പുറത്തേക്ക് എത്തുകയും ചെയ്തത്. പിന്നാലെ പുറത്ത് പലതവണ തട്ടിക്കൊടുക്കുകയും മുതുകത്ത് തട്ടുകയൊക്കെ ചെയ്തതിനു ശേഷം ഭാഗ്യം കൊണ്ട് അത് പിന്നീട് ഐസ്ക്രീം ഇറങ്ങിപ്പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താല്ലേ ആ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മക്കളെയാണ് നമുക്കൊക്കെ ഓർമ്മ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ നമ്മളും ബോധവാന്മാരാകണം. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഐസ്ക്രീം അലിഞ്ഞു പോയാൽ ആ ശ്വാസം കൃത്യമാവൂലേ? ഇത് ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം കയറുന്ന അവസ്ഥയാണ്. പലപ്പോഴും ചെറിയ പിഞ്ചുമക്കൾ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെടുന്ന വാർത്തകളൊക്കെ കേൾക്കാറുണ്ടല്ലോ. നമ്മുടെ മക്കളെ ആക്രാന്തമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നൊക്കെ പരമാവധി നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ മാറ്റം വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ. മറ്റൊന്ന്, നല്ല രീതിയിൽ ശരീരം വേർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏങ്ങലടിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഓടി വന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ഈ സമയത്തൊക്കെ കൂടുതലായിട്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റാറുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു ജീവനും ഒരു മരണത്തിനിടയിലുള്ള ചെറിയ സെക്കൻഡുകൾ. ഏതായാലും അതിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച ഷോപ്പിലെ പ്രിയപ്പെട്ട കൂട്ടുകാരന് എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.